ചീത്തയാ, പിഴച്ചവളാ. കഥയുണ്ടാക്കുന്നവർക്കും കഥ എഴുതുന്നവർക്കും എന്നെ മതി. ഞാൻ ജീവിച്ചത് തന്നെ തെറ്റ്. ആർകെവിയുടെ കഥകൾ നല്ലത് തന്നെ. പക്ഷേ കുട്ടികൾ അത് വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. സുമമ്മയുടെ അത് പറയരുത്. എത്രയോ പേര് കഥകൾ എഴുതുന്നു. ആർകെവിയുടെ കഥകളെ കുറിച്ച് മാത്രമല്ലേ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുള്ളൂ. അത് ശരിയാ, പക്ഷെ ഹോണ്ടെയ്യുന്ന കഥകളല്ല. കുട്ടികൾ നല്ലത് മാത്രം കാണണമെന്ന് വാശി പിടിക്കരുത്. നല്ലതും ചീത്തയും ചുറ്റുമുള്ളപ്പോ അവരുടെ വിവേചന ബുദ്ധി പ്രവർത്തിക്കട്ടെ. രാജീവ് സാറ് കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ല. ഉള്ളവർക്കേ അതിന്റെ പാടറിയൂ. ആ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. മാഡം മോർണിംഗ്. കേട്ടോ മാഡം, ഇന്ന് രാവിലെ മുതൽ മേശപ്പുറത്ത് ആർകെവി പോസ്റ്റ്മോർട്ടത്തിന്. രാജീവ് സാറിന്റെ ജീവവായു അല്ലേ? മാഡം, ആർകെവിയുടെ പുതിയ കഥ വായിച്ചോ? അഗ്നിപ്രവേശം. ഇല്ല. ആ, മഴയല്ല, കൊടുങ്കാറ്റുണ്ടായാലും അപരിചിതനായ ഒരാൾ വന്ന് വണ്ടി നിർത്തുമ്പോ ഒരു പെൺകുട്ടി ധൈര്യത്തോടെ കയറൂ? അല്ല, കഥാകൃത്തുക്കൾക്ക് ഏത് വഴി സഞ്ചരിക്കാലോ. എല്ലാവരും കയറിയില്ല, ഒരാളല്ലേ കയറിയുള്ളൂ. അതുകൊണ്ടാണല്ലോ കഥയ്ക്ക് പ്രത്യേകത ഉണ്ടാകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനൊരു പെൺകുട്ടി കയറിയെങ്കിൽ അവളുടെ മനസ്സ് ചീത്തയാ. അതിനെ ന്യായീകരിച്ചെന്തിനാ ബാക്കിയുള്ള കുട്ടികൾക്ക് കൂടി അങ്ങനൊരു മോട്ടീവ് ഉണ്ടാക്കുന്നത്? ഷീല. യെസ് മാഡം. ഒന്ന് വരൂ. എന്താ മാഡം? ദാ, ഈ ഫയൽസിൽ എത്ര മിസ്റ്റേക്സ് ഉണ്ടെന്നറിയോ? ലോകം നന്നാക്കാനുള്ള ചർച്ചയ്ക്ക് മുമ്പ് സ്വന്തം ഡ്യൂട്ടി ഉത്തരവാദിത്തത്തോടെ ചെയ്യണം. സോറി മാഡം, ഞാൻ ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്യാം. ഹലോ. ഗംഗ, ക്യാബിനിലേക്കൊന്ന് വരൂ. യെസ് സർ. സർ. വരൂ. ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ്. ഗംഗ ഇരിക്കൂ. ഇരിക്കൂന്നേ. താങ്ക് യു സർ. യു ആർ ഡൂയിങ് എ മിസ്റ്റേക്ക്. എന്തു പറ്റി സർ? എന്റെ സെക്ഷനിലെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണല്ലോ. നോ 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 ഓഫീസ് കാര്യങ്ങളിൽ ഗംഗ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നെനിക്കറിയാം. എന്റെ മോളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവൾക്ക് ഗംഗയെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. സോറി സർ, എനിക്ക് സമയം കിട്ടിയില്ല. അമ്മയില്ലാത്തൊരു കുട്ടിയാ. ഇവിടെ എത്രയോ സ്റ്റാഫുണ്ട്, അവരാരെയും കുറിച്ച് ഞാൻ അവളോട് പറയാറില്ല. എന്നിട്ടും ഗംഗയെക്കുറിച്ച് അവൾക്കെല്ലാം അറിയാം. വാട്ട് എ ഹോറിബിൾ ലൈഫ് അല്ലേ? വിവാഹം കഴിഞ്ഞ് കഷ്ടിച്ച് 2 വർഷം. അതായിരുന്നു എൻ്റെ ദാമ്പത്യത്തിൻ്റെ ആയുസ്. ഞാനങ്ങനെ എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് മറ്റാരോടും ഡിസ്ക്ലോസ് ചെയ്യാറില്ല. എന്തോ ഗംഗയോട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട്. ഗംഗയ്ക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ? നോ സർ. ഞാൻ എൻ്റെ ജീവിതം തുറക്കുകയാണെന്ന് എല്ലാവരും പറയുന്നു. മൈ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്. എന്താ ഗംഗയുടെ അഭിപ്രായം? ഐ എം സോറി സർ. മറ്റൊരാളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനുള്ളൊരു
അനുഭവമൊന്നും എനിക്കില്ല. ദാറ്റ്സ് എ ക്ലെവർ ആൻസർ. അതാണ് ഗംഗയോട് എനിക്ക് തോന്നുന്ന ബഹുമാനം. ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിൽ ഗംഗയെ പോലൊരു സ്ത്രീയാവുക എന്നത് നിസ്സാര കാര്യമല്ല. ഞാൻ പൊയ്ക്കോട്ടെ സർ, ജോലിയുണ്ട്. ഓക്കെ, മോളെ കാണാൻ വരുമ്പം കുറച്ച് അധിക നേരം സംസാരിക്കാം. ഗംഗ വരുമല്ലോ അല്ലേ മോളെ കാണാൻ? ദാ. എഴുതിയിരിക്കുന്നത് അവളെ കുറിച്ച് തന്നെയാ. അതിനും എങ്ങനെയാ അവളെ കുറ്റം പറയാൻ നിനക്ക് പറ്റുന്നത്? അവളുടെ മനസ്സ് എത്ര വേദനിക്കുമെന്നൊന്ന് ആലോചിച്ചൂടെ? അവൾക്കെന്ത് വേദന? എല്ലാവരും രസമല്ലേ? ആർക്കറിയാം കരുതിക്കുട്ടി നമ്മളെ നാണം കെടുത്താൻ ആരെക്കൊണ്ടെങ്കിലും അവള് തന്നെ എഴുതിച്ചാണോ എന്ന്. ദൈവദോഷം പറയാതിരിക്കുക ഗണേശ. അമ്മ ഈ മതിൽ വിട്ട് പുറത്തിറങ്ങാറില്ല. ചീത്തപ്പേര് ഇങ്ങോട്ട് നടന്നു വന്നാലേ അമ്മ അറിയൂ. എന്റെ സ്ഥിതി അതല്ല. ലോകര് മുഴുവൻ ചുറ്റുമുണ്ട്. ഇനി അമ്മ നോക്കിക്കോ, കഥ എഴുതുന്നവനത് ചർച്ചയാക്കാൻ ഇപ്പൊ പല തന്ത്രങ്ങളും ഉണ്ട്. അനുഭവ കഥയാണെന്നോ സത്യമാണെന്നൊക്കെ എഴുതി അവസാനം വാർത്ത ഉണ്ടാക്കുന്നവർ ഇവിടെ വന്ന് കയറും. കാണുന്നുണ്ടല്ലോ ടിവിയിലും പത്രത്തിലും ഒക്കെ നശിച്ചുപോയ പെൺകുട്ടികളുടെ അമ്മമാർ ഒരുങ്ങിക്കെട്ടി നിൽക്കണത്. അമ്മയെപ്പോലെ ഞാനും മതിൽക്കെട്ടിന് പുറത്തിറങ്ങാണ്ടാവും. എന്നാലും നമ്മുടെയൊക്കെ നെഞ്ചി ചവിട്ടി അവള് നടന്നോളും. തിരുത്തായിരുന്നു നമുക്ക്. ശ്രമിച്ചില്ല. തെറ്റ് ചെയ്തത് നമ്മൾ തന്നെയാ. ആ ഇതാ കുഴപ്പം. ഞാൻ എന്റെ ഉത്തരവാദിത്തം കാണിക്കുന്നില്ലെന്ന് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? എനിക്ക് ഇത്രയേ പറ്റൂ. എനിക്ക് ജീവിക്കണം. ഞാനിറങ്ങാ. ഗണേശ, അവള് വന്നിട്ട്. എന്തിന്? അവള് വന്നാലും സംസാരം ഞാനും അമ്മയും തമ്മിലേ ഉള്ളൂ. നീ നിക്ക്. ഇത് വെച്ചോ. വേണ്ട. കയ്യിലിരുന്നോട്ടെ. അവൾ എനിക്ക് തരുന്നതാ. മക്കളിൽ ആരാ നല്ലത് ആരാ ചീത്തയെന്ന് ഒരമ്മയ്ക്ക് എന്നും രാവിലെ മാറ്റി നോക്കാൻ പറ്റില്ല. ഹലോ, വക്കീൽ വെങ്കട്ടരാമയ്യർ. ആരാ? പെങ്ങളാ. സാറ് കോടതിയിലാണല്ലോ. ഓ, ഒബ്ജക്ഷൻ യുവർ ഓണർ. കേവലം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ എന്റെ കക്ഷി ഈ നിൽക്കുന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു സ്ഥാപിക്കുകയാണ് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ. ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവർ ശാരീരികമായി ബന്ധപ്പെട്ടു എന്നുള്ളതിനാണ് തെളിവുള്ളത്. അത് പരസ്പരം സമ്മതത്തോടെ ആവാം. യുവർ ഓണർ, എങ്കിൽ പിന്നെ ഈ പരാതിയുടെ ആവശ്യം എന്താ? എനിക്ക് ചോദിക്കാനുള്ള അതേ ചോദ്യം പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ചോദിച്ചു. യുവർ ഓണർ, ആദ്യകാലങ്ങളിൽ തന്റെ ആവശ്യങ്ങൾക്ക് ശേഷം പുരുഷൻ സ്ത്രീയെ വലിച്ചെറിഞ്ഞു എന്നായിരുന്നു പരാതികളുടെ സ്വഭാവം. ഇന്ന് മറിച്ച പല സ്ത്രീകളും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ശേഷം
തങ്ങൾ അബലകളാണെന്നുള്ള വാദമുഖത്തിൽ പുരുഷനെ സമൂഹത്തിന് മുമ്പിൽ തേജോവധം ചെയ്യുകയും കുറ്റവാളിയാക്കുകയാണ് ചെയ്യുന്നത്. പ്രതിക്കൂട്ടി നിൽക്കുന്ന ഈ രമേശ് നിങ്ങളെ ബലാത്സംഗം ചെയ്തു അല്ലേ? അതെ. പരാതിയിൽ പറഞ്ഞ പ്രകാരം ആളൊഴിഞ്ഞ പണ്ട് കളപ്പുരയായി ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് അല്ലേ? അതെ. ഈ കൃത്യം നടന്നു എന്ന് നിങ്ങൾ പറയുന്നത് കളപ്പുരയ്ക്ക് പുറത്തു വെച്ചാണോ അതോ അകത്ത് വെച്ചാണോ? അകത്ത് വെച്ചാ. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. മനുഷ്യവാസമില്ലെന്ന് പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ വാദിച്ച് സ്ഥാപിച്ച ആ സ്ഥലത്ത് ഈ പെൺകുട്ടി പോയതെന്തിനാ? പറയണം. വീട്ടിൽ നിന്നോ റോഡിൽ നിന്നോ രമേശ് നിങ്ങളെ വലിച്ചഴിച്ചുകൊണ്ട് പോയതാണോ അതോ നിങ്ങൾ തന്നെ പോയതാണോ? ഞാൻ അങ്ങോട്ട് ചെന്നതാണ്. എന്തിന്? പറയൂ. എന്നെ ഇഷ്ടമാണെന്ന് ഈ രമേശ് പറഞ്ഞിരുന്നു. ആ, ഇഷ്ടപ്പെട്ട പുരുഷനെ തേടി ഒരു കോഫി ഹൗസിലോ സിനിമാ തിയേറ്ററിലോ ഒരു പെൺകുട്ടി പോകുന്നത് സഹജമാണ്. പക്ഷേ ഇവിടെ ഇത്രയും നിഗൂഢമായ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി പോകണമെങ്കിൽ അത് സതുദ്ദേശമാണെന്ന് വിശ്വസിക്കാൻ വയ്യ. എന്നിട്ട് എന്ത് സംഭവിച്ചു? നിങ്ങളെ കണ്ട മാത്രയിൽ രമേശ് ബലാത്സംഗത്തിന് മുതിരുകയായിരുന്നു? അല്ല, ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് പറയൂ. ഈ രമേശ് നിങ്ങളെ സ്പർശിച്ചോ? അതെ. എവിടെ? പറ. മുഖത്ത്. അപ്പൊ നിങ്ങൾ പ്രതികരിച്ചോ? ഇല്ല, അന്ന് അവിടെ നടന്ന ഒരു കാര്യത്തിലും നിങ്ങൾ പ്രതികരിച്ചില്ല അല്ലേ? സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് രമേശിന്റെ പേരിൽ നിങ്ങൾ പരാതി കൊടുത്തത്. അതെന്ത് പറ്റി? സംഭവിച്ചത് ബലാത്സംഗമാണെന്ന് മനസ്സിലാക്കാൻ ഒരാഴ്ച സമയമെടുത്തോ നിങ്ങൾ? കരച്ചിലല്ല ഉത്തരം, യുവർ ഓണർ. അന്ന് അവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന വീഴ്ച പരസ്പരം സമ്മതപ്രകാരമായിരുന്നു ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. നിഗൂഢമായ ഒരു സ്ഥലത്ത് ഒരു പുരുഷനെ തേടിച്ചെന്നത് തന്നെ ഈ പെൺകുട്ടിയുടെ ലൈംഗിക തൃഷ്ണയുടെ തെളിവാണ്. സമ്പത്തുള്ളൊരു പുരുഷന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ക്രിയയെ വിശേഷിപ്പിക്കേണ്ടത് ബലാത്സംഗമെന്നല്ല, വ്യഭിചാരമെന്നാണ്. അതിനുശേഷം ഒരു കാമുകി ഭാവം ചമയാൻ ആഗ്രഹിക്കുന്നതോ അബലയായ സ്ത്രീ അപമാനിക്കപ്പെട്ടു വരുത്തി തീർക്കുന്നതോ ഒക്കെ കാപട്യമാണ്. ഇവളെ ശിക്ഷിക്കേണ്ടത് വ്യഭിചാര കുറ്റത്തിനാണ്. ഇരയെന്ന വ്യാഖ്യാന കോടതിയിലെത്തുന്ന ഇവര് ഇരയെ തേടി നടക്കുന്ന കാട്ടാളത്തികളാണ്. ഇവളെ പോലുള്ളവർ തന്നെയാണ് ഈ സമൂഹത്തിന്റെ ശാപവും. സോ യുവർ ഓണർ, മാതൃകാപരമായ ശിക്ഷ ഈ കാര്യത്തിൽ നടപ്പാക്കി സമൂഹത്തിന് ഒരു മുൻകരുതൽ ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കൺഗ്രാറ്റ്സ് സർ. ഇനി ബലാത്സംഗം എന്ന വാക്ക് നിഘണ്ടൂന്ന് മാറ്റാം അല്ലേ സർ? ബലിഷ്ഠനായ പുരുഷനും മനക്കരുത്തുള്ള പെണ്ണും പെണ്ണിന്റെ മനസ്സ് കീഴടങ്ങിയിട്ടേ പുരുഷന്റെ കരുത്ത് ജയിക്കൂ. സർ, സർ, സന്തോഷമായല്ലോ. സാറ് കേസ് ഏറ്റെടുത്തപ്പോഴേ സമാധാനമായി. ഇതൊരു ശീലമാക്കണ്ട. സർ, നാളെ എങ്ങനെ? നാളെയും മറ്റന്നാളും ഒന്നും ഇല്ല, ദൂരയാത്രയാ. അത്യാവശ്യക്കാരെ ഞാൻ വന്നിട്ട് കാണാം, വിളിക്കണ്ട.
സ്റ്റോളും എല്ലാം കാണുകയാണെങ്കിൽ പപ്പ അതൊക്കെ നിർത്തണം കേട്ടോ. ശരി സാർ. നോയിക്കോണേ. ആ ദാദാ, ഈ ഇവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടല്ലോ. അത് സാർ. എന്നാ പോട്ടെ സാർ. കോടതിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടാ. തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. അമ്മേ ഭഗവതി. വെള്ളം എല്ലാം വാരി വലിച്ചിട്ടിരിക്ക. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അറിഞ്ഞപ്പോ തന്നെ വരാത്തത് മനഃപൂർവ്വം അല്ല. രക്ഷിക്കാൻ വെങ്കിട്ടരാമയ്യ വക്കീലുണ്ടല്ലോ എന്നും പറഞ്ഞ് ആളുകള് കൊലപാതകവും ബലാത്സംഗവും ഒക്കെ ചെയ്തു കൂട്ടുക. എന്താ ചെയ്യുക? ആ പുസ്തകം വായിച്ചു ഏട്ടൻ. താൻ തോന്നിത്ത അതിനൊക്കെ കരയാൻ നിൽക്കുന്ന നിന്നെയാ പറയേണ്ടത്. ഈ എഴുത്തുകാർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ലോകം നന്നാക്കുന്നത് അവരാണെന്ന്. അഹങ്കാരികൾ. എഴുതിയിരിക്കുന്നതെല്ലാം അവക്ക് സംഭവിച്ച അതേപോലെ തന്നെയാ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? അവള് വരട്ടെ, ഞാൻ സംസാരിക്കാം. ഇനി ഇന്ന് അവൾക്കൊരു ജീവിതം. സംഭവിച്ചതൊക്കെ മറച്ചു വെച്ച് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ട് എന്തിനാ? കാലം മാറിയിട്ടുണ്ട്, ആളുകൾക്ക് സൗകര്യങ്ങളുമായി, ഫോണായി, കാറായി. പക്ഷെ ഞാനും നീ ജനിച്ച ജാതി മാറിയിട്ടുണ്ടോ? ആചാരങ്ങൾ മാറിയിട്ടുണ്ടോ? പാപത്തിനുള്ള ശിക്ഷ മാറിയിട്ടുണ്ടോ? ഇല്ല. അന്യ പുരുഷന്റെ കയ്യിൽ നിന്നൊരു പുടവ കൈനീട്ടി വാങ്ങിക്കുന്ന പെണ്ണു പോലും തെറ്റുകാരിയാ. അപ്പൊ പിന്നെ അന്യന്റെ കൂടെ തെറ്റ് സംഭവിച്ചു, പക്ഷേ പാപം ചെയ്തിട്ടില്ല എന്ന് സമാധാനിക്കുക. കരച്ചിൽ നിർത്തുക.